ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 27-ാമത്തെ അധ്യായം. ഇതിനകത്ത് ആ കപില ഭഗവാൻ ആ പ്രകൃതി പുരുഷ വിവേക ജ്ഞാനത്തിലൂടെ എപ്രകാരമാണ് മോക്ഷപ്രാപ്തി എന്നതിനെക്കുറിച്ച് പറയുന്നു. ആദ്യത്തെ ശ്ലോകം. ശ്രീ ഭഗവാനുവാച പ്രകൃതിസ്ഥോപി പുരുഷോ നാജ്യതേ പ്രാകൃതൈർഗുണൈഃ അവികാരാദകർത്തൃത്വാൻ നിർഗുണത്വാജ്ജലാർക്കവത്. പ്രകൃതിസ്ഥോപി പുരുഷോ നാജ്യത്തെ പ്രകൃതൈർഗുണൈഃ അവികാരാദകർത്തൃത്വാത് നിർഗുണത്വാത് ജലാർക്കവത്. അപ്പം ഇതിനകത്ത് പറയണത് പുരുഷൻ പ്രകൃതിസ്ഥ അപി പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നവൻ എങ്കിലും പ്രകൃതിസ്ഥോപി പുരുഷ നാജ്യത്തെ പ്രകൃതൈർഗുണൈഃ അവികാരാദ് അകർത്തൃത്വാൻ നിർഗുണത്വാജ്ജലാർക്കവത്. നിർഗുണത്വം, അതുപോലെ കർത്തൃത്വരാഹിത്യം, അവികാരത ഇവയാൽ ജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യനെ പോലെ. അവികാരാത് അകർത്തൃത്വാത് നിർഗുണത്വാത് ജലാർക്കവൽ. ജലത്തിൽ പ്രകാശിക്കുന്നത് പോലെ പ്രതിബിംബിക്കുന്ന സൂര്യനെ പോലെ ആ പ്രകൃതിയുടെ ഗുണങ്ങളാൽ അത് ആ പുരുഷനെ അത് ബാധിക്കുന്നില്ല എന്നർത്ഥം. ഒന്നുകൂടി പറയാം. അപ്പോൾ പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നവനാണെങ്കിലും ആ നിർഗുണത്വം, അവൻ്റെ നിർഗുണത്വം, കർത്തൃത്വരാഹിത്യം, അവികാരത്വം, വികാരമില്ലായ്മ ഇവയൊക്കെ കൊണ്ട് ആ ജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യനെ പോലെ ആ പ്രകൃതിയുടെ ഗുണങ്ങളാൽ ബാധിക്കപ്പെടുന്നില്ല. അങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രകൃതിയുടെ ഗുണത്തോട് കൂടിയിട്ട് ബാധ ഉണ്ടാവുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഒന്നുകൂടി നോക്കാം. നമുക്ക് അതിൻ്റെ ആ പദങ്ങൾ നോക്കാം, അതിലത്തെ അർത്ഥം. പുരുഷ, ആ പുരുഷൻ, പ്രകൃതിസ്ഥ അപി പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നവനെങ്കിലും, നിർഗുണത്വാത് നിർഗുണത്വം, അതുപോലെ അകർത്തൃത്വാത് കർത്തൃത്വരാഹിത്യം, അതുപോലെ അവികാരാത് അവികാരത ഇവയാൽ ജലാർക്കവൽ ജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യനെ എന്ന പോലെ പ്രകൃതൈഹി പ്രകൃതിയുടെ ഗുണൈഹി ഗുണങ്ങളാൽ അജ്യത്തെ എന്ന് ചോദിച്ചു. അജ്യത്തെ എന്ന് പറഞ്ഞാൽ ബാധിക്കപ്പെടുന്നില്ല എന്നർത്ഥം. ഒന്നുകൂടി പറയാം. പുരുഷൻ പ്രകൃതിസ്ഥ അപി പ്രകൃതിയിൽ സ്ഥിതനാണെങ്കിലും, നിർഗുണത്വാത് നിർഗുണത്വവും, അകർത്തൃത്വാത് കർത്തൃരാഹിത്യവും, അവികാരാത് അവികാരതയും, അവികാരതയൊക്കെ ഹേതുവാകെ അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതാവുകൊണ്ട് ജലാർക്കവൽ ആ ജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യനെ പോലെ പ്രകൃതിയുടെ പ്രാകൃതൈഹി എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ആ ഗുണങ്ങളാൽ ആദ്യത ബാധിക്കപ്പെടുന്നില്ല. അപ്പം അതിലത്തെ അന്വയം വന്നിട്ട് പുരുഷ പ്രകൃതിസ്ഥ അപി നിർഗുണത്വാത് അകൃത്വത്വാത് അവികാരാത് ജലാർക്കവൽ പ്രാകൃതൈഹി ഗുണൈഹി അജ്യത്തെ. എന്നൂടി പറയാം. പുരുഷ പ്രകൃതിസ്ഥ അപി നിർഗുണത്വാത് അകർത്തൃത്വാത് അവികാരാത് ജലാർക്കവൽ പ്രാകൃതൈഹി ഗുണൈഹി അജ്യത്തെ. പുരുഷൻ ആ പ്രകൃതിയിൽ സ്ഥിതനെങ്കിലും ആ നിർഗുണനും കർത്തൃത്വരാഹിത്യനും അവികാരനും ഒക്കെ ആയത് കാരണം ആ ജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യനെ പോലെ പ്രകൃതിയുടെ ആ ഗുണങ്ങളാൽ ആ പുരുഷൻ ബാധിക്കപ്പെടുന്നില്ല എന്നർത്ഥം. പുരുഷൻ പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും പ്രകൃതിയുടെ ഗുണങ്ങൾ പുരുഷനെ സ്പർശിക്കുന്നില്ല. കാരണം പുരുഷൻ വികാരഹീനനും കർത്തൃത്വമില്ലാത്തവനും ഗുണാതീതനും ആണ്.
ജലത്തിൽ പ്രതിബിംബിച്ചു കാണുന്ന സൂര്യനുണ്ടാകുന്ന ഭാവഭേദങ്ങൾ യഥാർത്ഥ സൂര്യനെ ബാധിക്കുന്നില്ല എന്നതുപോലെയാണ് ഇത്. അപ്പം കഴിഞ്ഞ അധ്യായങ്ങളിൽ ആ ഭക്തിയോഗം, സാഖ്യം എന്നിവയാണ് ആ കപിലമൂർത്തി സ്വന്തം മാതാവിന് ആ ദേവഹൂതിക്ക് ഉപദേശിച്ചത്. അവയിലടങ്ങിയിരിക്കുന്ന തത്വങ്ങളെ പുനരവലോകനം ചെയ്ത് അവയുടെ പ്രയോജനം മുക്തിയാണെന്ന് ഈ അധ്യായത്തിൽ സ്ഥാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ പ്രകൃതി ശരീരവും പുരുഷൻ ജീവനും ആണ്. പ്രകൃതി ശരീരവും പുരുഷൻ ജീവനുമാണ്. വേദാന്തമതപ്രകാരം ജീവൻ ഈശ്വര പ്രതിബിംബമാണ്. ദേഹസ്ഥനായിരിക്കുന്ന ജീവനെ ദേഹത്തിൻ്റെ അവസ്ഥാഭേദങ്ങൾ ബാധിക്കുന്നുവെന്ന് നാം കരുതുന്നു. ജലം ഇളകിമറിയുമ്പോൾ അതിൽ പ്രതിഫലിച്ചു കാണുന്ന ആ ആദിത്യബിംബത്തിനും ചലനാദികൾ അനുഭവപ്പെടാറുണ്ടല്ലോ. എന്നാൽ ആകാശത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ അതൊന്നും ബാധിക്കുന്നില്ല. അപ്രകാരം തന്നെയാണ് പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പുരുഷൻ്റെയും അവസ്ഥ. പ്രകൃതിയെ ബാധിക്കുന്ന വികാരാദികൾ സാക്ഷാൽ ചൈതന്യരൂപമായിരിക്കുന്ന പുരുഷനെ സ്പർശിക്കുന്നതേയില്ല എന്ന് സാരം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ലൈറ്റ് എക്സ്പ്രഷനിൽ പറയുകയാണെങ്കിൽ ഭഗവാൻ പറഞ്ഞു, ആ പുരുഷൻ പ്രകൃതിസ്ഥനാണെങ്കിലും ആ നിർഗുണത്വം നിമിത്തം, അതുപോലെ അകർത്തൃത്വം കൊണ്ടും അവികാരത്വം കൊണ്ടും പ്രാകൃതങ്ങളായിരിക്കുന്ന ഗുണങ്ങളാലും ജലത്തിൽ പ്രതിബിംബിക്കുന്ന സൂര്യനെ പോലെ നിർലേപനായിട്ട് പുരുഷൻ വർത്തിക്കുന്നു. ഇവിടെ ശ്രീഹരി ഭക്തിയോഗാദികളുടെ സഹായത്താൽ അന്ധക്കരണ പരിശുദ്ധിയും തദ്വാര ആ പ്രകൃതി പുരുഷ വിവേകജ്ഞാനവും അതുനിമിത്തം ആ സംസാരത്തിൽ നിന്നും ജീവനുള്ള മോക്ഷവും എന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ജീവൻ്റെ പ്രകൃതി കാര്യങ്ങളായിരിക്കുന്ന ആ ദേവമനുഷ്യാദി ശരീരങ്ങളോട് ചേർന്നിരിക്കുന്നു എന്ന അവസ്ഥയിൽ ആ പ്രകൃതി ഗുണങ്ങളായിരിക്കുന്ന സത്വാദികൾ നിമിത്തം അനുഷ്ഠിക്കപ്പെടുന്ന ആ പുണ്യപാപങ്ങളാലും അത് നിമിത്തമുണ്ടാകുന്ന സുഖദുഃഖങ്ങളാലും സ്പർശിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പരമാർത്ഥത്തിൽ ആ ശുദ്ധമായ ചൈതന്യത്തിന് ആ പുരുഷന് കർത്തൃത്വവും അതിൻ്റെ കാരണമായിരിക്കുന്ന ആ രാഗദ്വേഷാദി വികാരങ്ങളും ആ സത്വാദി ഗുണങ്ങളോടുള്ള സംബന്ധവും ഇല്ല. പിന്നെ ആ സുഖി ദുഃഖി എന്ന ഭാവം എല്ലാവർക്കും ഉണ്ടാവാൻ എന്താണ് കാരണം എന്നതിനെ പറ്റിയിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഷഡ്വിംശോധ്യായം കഴിഞ്ഞു. സപ്തവിംശോ 27ാമത്തെ അധ്യായത്തിലെ യഥ സമ്യക് എപ്രകാരമാണോ ബഹുസാധനയോഗത ആ ബഹുസാധനമായ ആ യോഗങ്ങളെ കൊണ്ട് പ്രകൃത്യോർവിവേകേന ആ പുരുഷൻ്റെയും പ്രകൃതിയുടെയും ആ വിവേകത്തിൻ്റെ ആ അറിവിലൂടെ മോക്ഷരീതിർ നിരൂപ്യതേ. മോക്ഷം എങ്ങനെയാണ് ലഭിക്കുന്നതിനെ പറ്റിയിട്ടാണ് 27ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ശ്രീ കപില ഉവാച, കപില ഭഗവാൻ പറഞ്ഞു, പുരുഷോ ദേഹസ്ഥോപി, പുരുഷൻ ആ ദേഹത്തിൽ ഇരിക്കാന്നുണ്ടാണെങ്കിലും ദേഹകൃതൈ ദേഹം കൊണ്ട് ചെയ്യപ്പെടുന്ന സുഖദുഃഖാതിർ ഗുണൈർന്ന ലിപ്യതേ, ആ സുഖദുഃഖാദികളിൽ ഒരിക്കലും അവന് ബന്ധം ഉണ്ടാവില്ല. വികാരം ഇല്ലാത്തത് കൊണ്ട് ഇവ ജലാർക്ക ഇവ, അതുകൊണ്ട് അത് ജലത്തിൽ സൂര്യൻ പ്രതിബിംബിക്കുന്നത് പോലെ ആണ് എന്നർത്ഥം. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ശ്രീ കപില ഉവാച പുരുഷോ ദേഹസ്ഥോപി ദേഹകൃതൈ സുഖദുഃഖാദിഗുണൈർന്ന ലിപ്യതേ അവികാരാത്.
അപ്പം ഇവിടെ അതാണ് പറഞ്ഞത്, സുഖി ദുഃഖി എന്ന ഭാവം എല്ലാവർക്കും ഉണ്ടാവാൻ എന്തു കാരണം? അവിവേകം മാത്രമാണ്. കാരണം ജലത്തിൽ പ്രതിബിംബിച്ച് കാണുന്ന സൂര്യബിംബം ചലിക്കുന്നതായിട്ടും അസ്പഷ്ടമായിട്ടും കാണപ്പെടുന്നു. അത് ജലത്തിന്റെ ചലനവും മാലിന്യവും നിമിത്തമാകുന്നു. ആകാശസ്ഥനായിരിക്കുന്ന യഥാർത്ഥ സൂര്യനിൽ ചലനാദികൾ ബാധിക്കുന്നില്ല. അതുപോലെ അന്ധകരണ ധർമ്മങ്ങളാണ് രാഗാദി വികാരങ്ങൾ. ശുദ്ധമായ ചൈതന്യത്തിന് ആ വക ഭാവങ്ങൾ ഒന്നുമില്ല. ഭ്രമം നിമിത്തം ഉണ്ടെന്ന് തോന്നുന്നു എന്ന് സാരം. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. സയേഷയർഹി പ്രകൃതേർ ഗുണേഷ്വഭിവിഷജ്ജത്തെ അഹം ക്രിയാ വിമൂഢാത്മാ കർത്താസ്മീത്യഭിമന്യത്തെ. സയേഷയർഹി പ്രകൃതേർ ഗുണേഷ്വഭിവിഷജ്ജത്തെ അഹം ക്രിയാ വിമൂഢാത്മാ കർത്താസ്മീത്യഭിമന്യത്തെ. അതായത് അഹങ്കാരത്താൽ മോഹിച്ചിട്ട്, അഹം ക്രിയ വിമൂഢാത്മാ എന്ന് പറയുന്നത് അഹങ്കാരത്താൽ മോഹിച്ചിട്ട് യർഹി എപ്പോൾ ആ പുരുഷൻ ആ പ്രകൃതിയുടെ ഗുണങ്ങളാൽ അത്യന്തം ആസക്തനായിട്ട് തീരുന്നുവോ, അപ്പോൾ അദ്ദേഹം വിചാരിക്കും ഞാനാണ് ഇതൊക്കെ ചെയ്തത്, ഞാനാണ് കർത്താവെന്ന് അഭിമാനിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ശ്ലോകത്തിൽ. സ ഏഷയർഹി പ്രകൃതേർ ഗുണേഷ്വഭിവിഷജ്ജത്തെ അഹം ക്രിയാ വിമൂഢാത്മാ കർത്താസ്മീത്യഭിമന്യത്തെ. അതായത് അഹം ക്രിയാ വിമൂഢാത്മാ അഹങ്കാരത്താൽ മോഹിച്ചിട്ട് യർഹി എപ്പോൾ സ ഏഷഃ ആ ഈ പുരുഷൻ പ്രകൃതേഹേ ആ പ്രകൃതിയുടെ ഗുണേഷു ഗുണങ്ങളിൽ അഭിവിഷജ്ജത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യന്താസക്തനാകുന്നുവോ, അഭിവിഷജ്ജത്തെ അത്യന്താസക്തനാകുന്നുവോ അപ്പോൾ കർത്താ അസ്മി ഇതി ഞാൻ കർത്താവാണെന്ന് അഭിമന്യത്തെ അഭിമാനിക്കുന്നു. എന്നുകൂടി പറയാം. അഹംക്രിയാ വിമൂഢാത്മാ അഹങ്കാരത്താൽ മോഹിച്ചിട്ട് യർഹി എപ്പോൾ സ ഏഷഃ ആ ഈ പുരുഷൻ പ്രകൃതേഹേ ആ പ്രകൃതിയുടെ ഗുണേഷു ഗുണങ്ങളിൽ അഭിവിഷജ്ജത്തെ അത്യന്താസക്തനാകുന്നുവോ അപ്പോൾ കർത്താ അസ്മി ഇതി ഞാൻ കർത്താവാണെന്ന് അഭിമന്യത്തെ അഭിമാനിക്കുന്നു. അപ്പം അതിൽ അന്വയം വന്നിട്ട് അഹം ക്രിയാ വിമൂഢാത്മാ യർഹി സ ഏഷ പ്രകൃതേഹേ ഗുണേഷു അഭിവിഷജ്ജത്തെ ഇതി അഭിവിഷജ്ജത്തെ കർത്താ അസ്മി ഇതി അഭിമന്യത്തെ. ഒന്നുകൂടി പറയാം. അഹംക്രിയാ വിമൂഢാത്മാ യർഹി സ ഏഷഃ പ്രകൃതേഹ ഗുണേഷു അഭിവിഷജ്ജത്തെ കർത്താ അസ്മി ഇതി അഭിമന്യത്തെ. അതായത് അഹങ്കാരത്തിൽ മോഹിച്ചിട്ട് എപ്പോൾ ഈ പുരുഷൻ പ്രകൃതിയുടെ ആ ഗുണങ്ങളിൽ അത്യന്താസക്തനാകുന്നുവോ അപ്പോൾ ഞാൻ കർത്താവാണെന്ന് അത് അഭിമാനിക്കുന്നു. ഈ ജീവൻ പ്രകൃതിയുടെ ഗുണങ്ങളിൽ എപ്പോൾ അത്യാസക്തനാകുന്നുവോ അപ്പോൾ അഹങ്കാരം കൊണ്ട് ജീവന് മൂഢത്വം സംഭവിക്കുകയും ഞാനാണിതിനെല്ലാം കാരണക്കാരൻ എന്ന് അത് അഭിമാനിക്കുകയും ചെയ്യുന്നു. ഈ പുരുഷൻ ആ പ്രകൃതി കാര്യങ്ങളായിരിക്കുന്ന ശരീരാദികളിൽ ആത്മാധ്യാസത്താൽ എപ്പോൾ മൂഢനായിട്ട് അസക്തി പ്രാപിക്കുന്നുവോ അപ്പോൾ താൻ കർത്താവാണെന്ന് അത് അഭിമാനിക്കുന്നു. മേൽ കാണിച്ച വിധം ആ പരിശുദ്ധനായിരിക്കുന്ന പുരുഷൻ പ്രകൃതി വിലക്ഷണനും യാതൊരുവിധ ദോഷങ്ങളും ആണെങ്കിലും ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധകരണം ഇവയിൽ ഞാൻ എന്ന ഭാവത്തെ എപ്പോൾ വഹിക്കുന്നുവോ അപ്പോൾ പ്രകൃതി ഗുണങ്ങളായിരിക്കുന്ന ആ ശബ്ദാദി വിഷയങ്ങളിൽ അത്യന്താസക്തനായി തീർന്ന് അപ്പോൾ ആ ദേഹേന്ദ്രിയ അന്ധകരണങ്ങളാൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മങ്ങളിൽ കർത്തൃത്വഭാവത്തെ വഹിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിലത്തെ വ്യാഖ്യാനം വരുമ്പോൾ
സ ഏവ പ്രകൃതേർ ഗുണേഷു സക്തോ, ആ പുരുഷൻ ഇങ്ങനെ പ്രകൃതി ഗുണങ്ങളിൽ സക്തനാവുമ്പോൾ, സക്തനായിട്ട് കർത്താസ്മീതി മന്യത, ഞാൻ ആണ് ഇത് ചെയ്യുന്നതെന്ന് അതിനെ അഭിമാനിക്കണു ആണ് പറയുന്നത്. സ ഏവ പ്രകൃതേർ ഗുണേഷു സക്തോ, സ ഏവ പ്രകൃതേർ ഗുണേഷു സക്തോ ഭൂത്വാ കർത്താസ്മീതി മന്യതേ എന്നാണ് വ്യാഖ്യാനത്തിൽ പറയുന്നത്. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. മൂന്നാമത്തെ ശ്ലോകം. തേന സംസാര പദവീം അവശോഭ്യേത്യ നിർവൃതഃ പ്രാസംഗികൈഃ കർമ്മദോഷൈഃ സദസൻ മിശ്രയോനിഷു. തേന സംസാര പദവീം അവശോഭ്യേത്യ നിർവൃതഃ പ്രാസംഗികൈഃ കർമ്മദോഷൈഃ സദസൻ മിശ്രയോനിഷു. അപ്പോൾ അക്കാരണത്താൽ, അങ്ങനെ അഭിമാനിക്കുന്നതിനാൽ അവശനും സ്വസ്ഥതയും ഇല്ലാത്തവനായി തീർന്ന് ആസക്തിജന്യങ്ങളായിരിക്കുന്ന ആ കർമ്മദോഷങ്ങളാൽ സത്തും അസത്തും മിശ്രവും ആയിട്ടുള്ള യോനികളിൽ ആ സംസാര പദവിയെ പ്രാപിക്കുന്നു. അതായത് അത് ഈ സംസാരവുമായിട്ട് ബന്ധപ്പെട്ട ജനന മരണങ്ങളെ പ്രാപിക്കുന്നു എന്നർത്ഥം ആണ്. തേന സംസാര പദവിയും അവശോഭ്യേത്യ, സംസാര പദവി വാങ്ങിയിട്ട് അതിൽ അവശനായിട്ട്, അഭ്യേത്യ അനിർവൃത, അതിൽ നിന്നും സ്വസ്ഥതയില്ലാതെയായി തീർന്ന് പ്രാസംഗികൈ കർമ്മദോഷൈ, ആസക്തിജന്യങ്ങളായിരിക്കുന്ന കർമ്മദോഷങ്ങളെ കൊണ്ട് സദസൻ മിശ്രയോനിഷു, അപ്രകാരമുള്ള സത്തും അസത്തും ഒക്കെ ആയിട്ടുള്ള മിശ്രയോനികളിലൊക്കെ അദ്ദേഹത്തിന് ജനന മരണാദികളെ പ്രാപിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിലത്തെ പദങ്ങളെ തേന അക്കാരണത്താൽ, അവശഃ അവശനും, അനിർവൃത സ്വസ്ഥതയില്ലാത്തവനുമായിട്ട്, പ്രാസംഗികൈഹി ആസക്തിജന്യങ്ങളായിരിക്കുന്ന, കർമ്മദോഷൈഹി ആ കർമ്മദോഷങ്ങളാൽ, സദസൻ മിശ്രയോനിഷു സത്തും അസത്തും മിശ്രവുമായിരിക്കുന്ന യോനികളിൽ, സംസാര പദവിയെ അഭ്യേതി പ്രാപിക്കുന്നു. അപ്പോൾ തേന ആ കാരണത്താൽ അർത്ഥം, തേന ആ കാരണത്താൽ, അവശതഃ അവശനും, അതുപോലെ അനിർവൃത സ്വസ്ഥതയില്ലാത്തവനുമായിട്ട്, പ്രാസംഗികൈഹി ആസക്തിജന്യങ്ങളായിരിക്കുന്ന കർമ്മദോഷങ്ങളാൽ, സദസൻ മിശ്രയോനിഷു സത്തും അസത്തും മിശ്രവുമായിട്ടുള്ള യോനികളിൽ സംസാര പദവിയെ അഭ്യേതി പ്രാപിക്കുന്നു. അപ്പൊ അതിലത്തെ അന്വയം വന്നിട്ട് തേന അവശഃ അനിർവൃതഃ പ്രാസംഗികൈഃ കർമ്മദോഷൈഃ സദസൻ മിശ്രയോനിഷു സംസാര പദവീം അഭ്യേതി. ഒന്നും കൂടി പറയാം. തേന അവശഃ അനിർവൃതഃ പ്രാസംഗികൈഃ കർമ്മദോഷൈഃ സദസൻ മിശ്രയോനിഷു സംസാര പദവീം അഭ്യേതി. അതായത് അക്കാരണത്താൽ അവശനും സ്വസ്ഥതയില്ലാത്തവനുമായിട്ട്, ആസക്തിജന്യങ്ങളായിരിക്കുന്ന കർമ്മദോഷങ്ങളാൽ സത്തും അസത്തും ആയ മിശ്രവും ആയിരിക്കുന്ന യോനികളിൽ സംസാര പദവിയെ പ്രാപിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞ അങ്ങനെ ആ പ്രസംഗവശാൽ വന്നുപെട്ട ആ കർമ്മദോഷത്താൽ അവശനും ആനന്ദഹീനനും ആയി ഭവിച്ച് ഉത്തമം അധമം മിശ്രം എന്നിങ്ങനെയുള്ള യോനികളിൽ ജന്മത്തെ പ്രാപിച്ച് സംസാര ദുഃഖത്തെ അനുഭവിക്കുന്നു. ആ അധ്യാസത്താൽ അവശനും ആനന്ദഹീനനും ആയി പ്രകൃതിയുടെ സംഘം കൊണ്ടുണ്ടായിട്ടുള്ള കർമ്മദോഷങ്ങളാൽ ദേവയോനികളിലും തിര്യക്യോനികളിലും മനുഷ്യയോനികളിലും ജനന മരണ രൂപമായിരിക്കുന്ന ആ സംസാര പരമ്പരയെ പ്രാപിക്കുന്നു. അപ്പോ ദേഹേന്ദ്രിയാന്തകരണങ്ങളിൽ അഭിമാനവും
തൽകൃത കർമ്മങ്ങളിൽ കർത്തൃത്വ ബുദ്ധിയും സംഭവിച്ചതുകൊണ്ട് പുണ്യപാപകർമ്മങ്ങളുടെ ഫലങ്ങളായിരിക്കുന്ന അസുഖദുഃഖ അനുഭവങ്ങൾക്ക് അധീനനായിട്ട് ഭവിച്ച് ആ പുരുഷൻ ദേവതിര്യക് മനുഷ്യാദി യോനികളിൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതായ ആ സംസാരമാർഗത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഇതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. തേന പ്രകൃതി സംഗതൈഹി, ആ പ്രകൃതിയുമായുള്ള അസംഗം കൊണ്ട് കർമ്മദോഷൈർ ദേവതിര്യങ് നരാദി യോനിഷു, ആ കർമ്മദോഷം ഏറ്റുവാങ്ങിയിട്ട് ദേവതകളായിട്ടും തിര്യക്കുകളായിട്ടും മനുഷ്യ ശരീരം ഒക്കെ ആയിട്ടും തിര്യങ് നരാദി യോനിഷു അങ്ങനെയുള്ള ആ ജനന മരണാദികളെ സ്വീകരിച്ച് സംസാരം പ്രാപ്നോതി, ആ സംസാരത്തെ പ്രാപിക്കുന്നു. അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. നാലാമത്തെ അർത്ഥേ ഹ്യവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ. അർത്ഥേ ഹ്യവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ ധ്യായതോ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ. സ്വപ്നത്തില് ആ അനർത്ഥം വരുന്നത് പോലെ, അനർത്ഥം വരുന്നത് പോലെ ആ സംസാരം മിഥ്യയാണെങ്കിലും ആ വിഷയങ്ങളെ ചിന്തിക്കുന്ന ജീവന് ആ സംസാരം സംസാരത്തിൽ നിന്നും വിട്ടുപോകാൻ കഴിയാത്ത അവസ്ഥ എത്തിച്ചേരണം. അർത്ഥേ ഹ്യവിദ്യമാനേപി സംസൃതിർന നിവർത്തതേ ധ്യായതേ വിഷയാനസ്യ സ്വപ്നേനർത്ഥാഗമോ യഥാ. സ്വപ്നെ, ആ സ്വപ്നത്തിൽ അനർത്ഥാഗമഃ, അനർത്ഥം വരുന്നത് യഥാ എപ്രകാരമാണോ അർത്ഥേഹി, ആ സംസാരം അവിദ്യമാനേ അപി മിഥ്യയാണെങ്കിലും വിഷയാൻ, ആ വിഷയങ്ങളെ ധ്യായതഃ ചിന്തിക്കുന്ന അസ്യ ആ ജീവന് വന്നുപെട്ടിട്ട് സംസൃതിഹി, ആ സംസാരം ന നിവർത്തതേ വിട്ടുപിരിയുന്നില്ല, ആ ജീവന് വിട്ടുപിരിയുന്നില്ല എന്നർത്ഥം. ഒന്നും കൂടി പറയാം. സ്വപ്നേ, ആ സ്വപ്നത്തിൽ അനർത്ഥാഗമഃ, അനർത്ഥം വരുന്നത് യഥാ എപ്രകാരമാണോ അർത്ഥേഹി, സംസാരം അവിദ്യമാനേ അപി മിഥ്യയാണെങ്കിലും വിഷയാൻ, ആ വിഷയങ്ങളെ ധ്യായതഃ ചിന്തിക്കുന്ന അസ്യ ആ ജീവന് വന്നുപെട്ട സംസൃതിഹി, ആ സംസാരം ന നിവർത്തതേ, ആ ജീവനെ വിട്ടുപിരിയുന്നില്ല എന്നർത്ഥം. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് സ്വപ്നേ അനർത്ഥാഗമഃ യഥാ അർത്ഥേഹി അവിദ്യമാനേ അപി വിഷയാൻ ധ്യായതഃ അസ്യ സംസൃതിഹി ന നിവർത്തതേ. കൂടി പറയാം. സ്വപ്നേ അനർത്ഥാഗമഃ യഥാ അർത്ഥേഹി അവിദ്യമാനേ അപി വിഷയാൻ ധ്യായതഃ അസ്യ സംസൃതിഹി ന നിവർത്തതേ. അതായത് സ്വപ്നത്തിൽ ആ അനർത്ഥം വരുന്നത് എപ്രകാരമാണോ അതുപോലെ ആ സംസാരം ആ മിഥ്യയാണെങ്കിലും ആ വിഷയങ്ങളെ ചിന്തിക്കുന്ന ആ ജീവന് സംസാരത്തിൽ നിന്നും ജീവനെ ആ സംസാരം വിട്ടുപിരിയുന്നില്ല എന്നർത്ഥം. അപ്പോൾ ആ സംസാര ദുഃഖം യഥാർത്ഥത്തിൽ അർത്ഥമില്ലാത്തതാണ് എങ്കിലും അതിൽപ്പെട്ടിട്ട് ആ വിഷയസുഖങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ജീവന് മോചനമേ ഇല്ല. ഓരോന്ന് ചിന്തിച്ച് ഉറങ്ങാൻ കിടന്നാൽ സ്വപ്നത്തിൽ പല അനർത്ഥകാര്യങ്ങളും അനുഭവിക്കുന്നത് പോലെ. സംസാരം മിഥ്യയാണെങ്കിലും ആ സ്വപ്നത്തിൽ അനർത്ഥം വരുന്നത് പോലെ നിരന്തരം വിഷയങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവന് സംസാര ക്ലേശങ്ങൾ അനുഭവപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സംസാരം ജനന ആദ്യാനുഭവം സത്യമോ അതോ മിഥ്യയോ, സത്യമാണെന്ന് വന്നാൽ അതിന് നാശമില്ലെന്ന് വരും, അപ്പോൾ മോക്ഷവുമില്ല. മിഥ്യയാണെങ്കിലോ അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടിയിട്ട് സാധനങ്ങളെ സമ്പാദിക്കുകയാണ് ചെയ്യുന്നത്.
വെറും അതും ക്ലേശാവഹം എന്നല്ലാതെ അതുകൊണ്ടും യാതൊരു പ്രയോജനവും ഇല്ല. അപ്പോൾ ഭക്തിജ്ഞാനാദികളുടെ ആവശ്യവും ഇല്ല. ഇതാണ് ശങ്കയുടെ സ്വരൂപം. ഇതിന് സമാധാനം പറയാണ്. ജനനമരണാദിഭാവം വാസ്തവം അല്ല എങ്കിലും ദേഹേന്ദ്രിയാദികളിലുള്ള ആ ആത്മഭാവം നിമിത്തം ശബ്ദാദി വിഷയങ്ങളിലുള്ള സുഖങ്ങളെ നിരന്തരം ധ്യാനിക്കുന്ന സ്വഭാവത്തോട് കൂടിയിട്ടിരിക്കുന്ന ജീവൻ ജന്മമരണാദി ഭ്രാന്തിജന്യങ്ങളായിരിക്കുന്ന സംസാര ദുഃഖം ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്ന അതിൽപ്പെട്ടിട്ട് ആ നിദ്രാദോഷം നിമിത്തം സ്വശിരച്ഛേദം മുതലായ അനർത്ഥങ്ങൾ നേരിട്ടതായിട്ട് വിചാരിച്ച് ദുഃഖിക്കുന്നവന്റെ മിഥ്യാരൂപമായിരിക്കുന്ന ആ ദുഃഖം നിദ്രയിൽ നിന്ന് ഉണർന്ന അല്ലാതെ മിഥ്യയായിരുന്നു എന്നറിയാൻ ആവുന്നതല്ല. അതുപോലെ സ്വരൂപ വിസ്മൃതി നിമിത്തമുണ്ടാകുന്ന സംസാരവും സ്വരൂപ ബോധത്താലേ നിവർത്തിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വരൂപബോധം ഉണ്ടാകുവാൻ ഉപകരിക്കുന്ന വ്യാപാരം ആവശ്യമായി തന്നെ ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇതിലത്തെ തേന പ്രകൃതി സംഗതൈ കർമ്മദോഷൈർ ദേവതിര്യങ് നരാദിയോനിഷു സംസാരം പ്രാപ്നോതി അവിദ്യമാനേപ്യർത്ഥേ ജീവസ്യ സംസൃതിർന്ന നിവർത്തതേ. ആ അവിദ്യയാകുന്ന ആ മായയിൽപ്പെട്ടിട്ട് ആ ജീവൻ ഈ സംസാരത്തിൽ നിന്നും നിവൃത്തി പ്രാപിക്കുന്നില്ലെന്നർത്ഥം. അവിദ്യമാനേപ്യർത്ഥേ ജീവസ്യ സംസൃതിർന്ന നിവർത്തത. ഇല്ലാത്തതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ ജീവന്റെ സുകൃതം അവിടെ സംഭവിക്കുന്നില്ല. അവിദ്യമാനേപ്യർത്ഥേ ജീവസ്യ സംസൃതിർന്ന നിവർത്തതേ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം വരുന്നത്. അപ്പോൾ സംസാര ദുഃഖം യഥാർത്ഥത്തിൽ അർത്ഥമില്ലാത്തതാണ് എങ്കിലും അതിൽപ്പെട്ട ആ വിഷയസുഖങ്ങളെ പറ്റി ചിന്തിക്കുന്ന ജീവന് മോചനം കിട്ടുന്നില്ല. ഓരോന്ന് ചിന്തിച്ച് ഉറങ്ങാൻ കിടന്നാൽ ആ സ്വപ്നത്തിൽ പല അനർത്ഥകാര്യങ്ങളും അനുഭവിക്കുന്നത് പോലെയാണിത് എന്നുള്ളതാണ് പറയുന്നത്. ജീവൻ ആ ശരീരത്തിൽ പ്രവേശിക്കുക ഹേതുവായിട്ട് ആ സംസാര ബന്ധത്തിനും വിധേയനാകുന്നു. താനാണ് സുഖദുഃഖാദികൾക്ക് കാരണക്കാരൻ എന്ന് അഭിമാനിക്കുന്നു. അവയെല്ലാം അനുഭവിക്കേണ്ടതായി വരുന്നു. അങ്ങനെ പ്രപഞ്ചം തന്നെ മിഥ്യയാകയാൽ യഥാർത്ഥത്തിൽ ആ സംസാരം എന്നൊന്നില്ല. അതെല്ലാം സ്വപ്നപ്രായമായിരിക്കുന്ന ആ സത്യമായ ചൈതന്യത്തിന് യഥാർത്ഥത്തിൽ മായാബന്ധമോ സംസാര ദുഃഖമോ ജനനമരണാദികളോ യാതൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. എല്ലാം ആ സ്വപ്ന സദൃശമാണ്. പക്ഷേ ആ പ്രപഞ്ചം സത്യമെന്ന് സങ്കല്പിക്കുന്നിടത്തോളം കാലം സംസാരവും അനുഭവിക്കുക തന്നെ വേണം. ഇതെല്ലാം മിഥ്യാസങ്കല്പത്തിന്റെ ഫലമാണ്. അതിൽ നിന്ന് എങ്ങനെ മോചനം ലഭിക്കും എന്നതാണ് ഇനി 5 മുതൽ ബാക്കി ശ്ലോകങ്ങളിൽ പറയാൻ പോകുന്നത്. 5ാമത്തെ ശ്ലോകം എന്താ നോക്കാം. അതയേവ ശനൈശ്ചിത്തം പ്രസക്തമസതാം പഥി ഭക്തിയോഗേന തീവ്രേണ വിരക്ത്യാച നയേദ്വശം. അതയേവ ശനൈശ്ചിത്തം പ്രസക്തമസതാം പഥി ഭക്തിയോഗേന തീവ്രേണ വിരക്ത്യാച നയേദ്വശം. അപ്പോൾ ആയതിനാൽ തതയേവ ആയതിനാൽ അസതാം പഥി ആ അസന്മാർഗത്തിൽ ആസക്തമായിരിക്കുന്ന ചിത്തം മനസ്സിനെ തീവ്രേണ ശക്തിയേറിയിരിക്കുന്ന ഭക്തിയോഗം കൊണ്ട് വൈരാഗ്യം ഇവയാൽ സാവധാനത്തില് സ്വാധീനിക്കുകയാണ് ചെയ്യേണ്ടതെന്നർത്ഥം. അതേവ ശനൈശ്ചിത്തം ആ ചിത്തത്തെ സ്വാധീനീകരിക്കണം പതുക്കെ. എങ്ങനെ? പ്രസക്തമസതാം പഥി അസത്തായിരിക്കുന്ന ആ മാർഗത്തിലെ ആസക്തി ഉണ്ടായിരിക്കണം, അതിനെ ഇല്ലാതെയാക്കണം. എന്തുകൊണ്ട്? ഭക്തിയോഗേന തീവ്രമായിരിക്കുന്ന ഭക്തിയോഗം കൊണ്ടും വിരക്തി കൊണ്ടും വൈരാഗ്യം കൊണ്ടും അങ്ങനെ അതിനെ വശത്താക്കണം. നയേദ്വശം അതാണ് പറയുന്നത്. അപ്പൊ അതിലത്തെ പദങ്ങള് തത ഏവ ആയതിനാൽ
അസതാം പഥി അസന്മാർഗത്തിൽ പ്രസക്തം ആസക്തമായിരിക്കുന്ന ചിത്തം മനസ്സിനെ തീവ്രേണ ശക്തിയായിരിക്കുന്ന ഭക്തിയോഗേന ഭക്തിയോഗം കൊണ്ടും വിരക്തിയ വൈരാഗ്യം ഇവയാൽ ശനൈഹി സാവധാനം വശം നയേത് സ്വാധീനിക്കണം. അപ്പോൾ അത് അന്വയം വന്നിട്ട് തതഃ ഏവ അസതാം പഥി പ്രസക്തം ചിത്തം തീവ്രേണ ഭക്തിയോഗേന വിരക്തിയാ ശനൈഹി വശം നയേത്. ഒന്നും കൂടി പറയാം. തത ഏവ അസതാം പഥി പ്രസക്തം ചിത്തം തീവ്രേണ ഭക്തിയോഗേന വിരക്തിയാച്ച ശനൈഹി വശം നയേത്. അതായത് ആയതിനാൽ ആ അസന്മാർഗത്തിൽ ആസക്തമായിരിക്കുന്ന മനസ്സിനെ ശക്തിയായിരിക്കുന്ന ഭക്തിയോഗം വൈരാഗ്യം ഇവയാൽ സാവധാനം സ്വാധീനിക്കണം. അപ്പൊ ചിത്തവൃത്തികൾക്ക് ആ ദുർമാർഗങ്ങളിലേക്ക് വ്യാപരിക്കാനുള്ള വാസനയെ നിയന്ത്രിച്ചിട്ട് ആ ഭക്തി വൈരാഗ്യം ഇവകളിലേക്ക് പ്രേരിപ്പിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന അതിനാൽ കൊള്ളരുതാത്ത ആ മാർഗങ്ങളുടെ വിഷയത്തിൽ ആസക്തി ചേരുന്ന മനസ്സിനെ ദൃഢഭക്തി കൊണ്ടും തീവ്ര വൈരാഗ്യം കൊണ്ടും സ്വാധീനിക്കണം. അപ്പൊ അതുകൊണ്ട് തൃപ്തിപ്പെടുത്തുവാൻ ഒരു കാലത്തും സാധിക്കാതെ ഇരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ ആ മാർഗത്തെ അനുസരിച്ച് സഞ്ചരിക്കുന്ന ചിത്തത്തെ ദൃഢമായ ഭക്തിയോഗത്തിന്റെയും വിഷയദോഷ ദർശന രൂപമായിരിക്കുന്ന വൈരാഗ്യത്തിന്റെയും സഹായത്താൽ സ്വാധീനപ്പെടുത്തണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 6 തൊട്ട് 11 വരെയുള്ള ശ്ലോകങ്ങളിൽ അതിന് വേണ്ടതായിരിക്കുന്ന മാർഗങ്ങൾ എങ്ങനെയാണ് ആ ചിത്തത്തെ ആ അസന്മാർഗ പഥത്തിൽ നിന്നും നിവർത്തിപ്പിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് വിവരിക്കണം. യമാദിഭിർ യോഗപഥൈർ അഭ്യസൻ ശ്രദ്ധയാൻവിതം. അപ്പൊ ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം നമ്മൾക്ക്. അവിദ്യമാനേപ്യർത്ഥേ ജീവസ്യ സംസൃതിർന്ന നിവർത്തതേ അത ഏവ ആസതാം പഥി സക്തം ചിത്തം ഭക്തിയോഗേന വൈരാഗ്യേണ ച ശനീർ വശം നയേ. അതുകൊണ്ട് ഏവ ആസതാം ഇങ്ങനെ ആസക്തിയുള്ള പഥിസക്തം ചിത്തം ആസക്തിയിൽപ്പെട്ട ആ ചിത്തത്തെ ഭക്തിയോഗേന വൈരാഗ്യേന ഭക്തിയോഗം കൊണ്ടും വൈരാഗ്യം കൊണ്ടും പതുക്കെ വശം സ്വന്തം വശത്തില് എത്തിക്കണം എന്നർത്ഥം. അത് ഏവ ആസതാം പഥി സക്തം ചിത്തം ഭക്തിയോഗേന വൈരാഗ്യേണ ച ശനൈർ വശം നയേത്. അപ്പൊ അതിനുള്ള വഴികളായിട്ടാണ് 6 തൊട്ട് 11 വരെയുള്ള ശ്ലോകങ്ങളാണ് ഒന്നിച്ചാണ് പറയുന്നത്. യമാദിഭിർ യോഗപഥൈർ അഭ്യസൻ ശ്രദ്ധയാൻവിതം മയി ഭാവേന സത്യേന മൽകഥാശ്രവണേന ച. കാണാതെ പഠിക്കേണ്ട ഭാഗങ്ങളാണ്. സർവഭൂത സമത്വേന നിർവൈരേണ പ്രസംഗതഃ ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസ യദൃച്ഛയോപലബ്ധേന സന്തുഷ്ടോ മിതഭുഗ്മുനിഃ വിവിക്ത ശരണഃ ശാന്തോ മൈത്രഃ കരുണ ആത്മവാൻ സാനുബന്ധേ ച ദേഹേസ്മിൻ അകുർവൻ അസദാഗ്രഹം ജ്ഞാനേന ദൃഢതത്വേന പ്രകൃതേഃ പുരുഷസ്യ ച നിവൃത്തബുദ്ധ്യവസ്ഥാനോ ദൂരീഭൂതാന്യദർശനഃ ഉപലഭ്യാത്മനാത്മാനം ചക്ഷുഷേവാർക്കം ആത്മദൃക് മുക്തലിംഗം സദാഭാസം അസദീ പ്രതിപദ്യത്തെ സതോ ബന്ധുമസച്ചക്ഷുഃ സർവാനുസ്യൂതമദ്വയം. ഒന്നും കൂടി ചൊല്ലാം. യമാദിഭിർ യോഗപഥൈർ അഭ്യസൻ ശ്രദ്ധയാൻവിതം മയി ഭാവേന സത്യേന മത്കഥാശ്രവണേന ച സർവഭൂതസമത്വേന നിർവൈരേണ പ്രസംഗതഃ ബ്രഹ്മചര്യേണ മൗനേന സ്വധർമ്മേണ ബലീയസ യദൃച്ഛയോപലബ്ധേന സന്തുഷ്ടോ മിതഭുങ്മുനിഃ വിവിക്ത ശരണഃ ശാന്തോ മൈത്രഃ കരുണ ആത്മവാൻ സാനുബന്ധേ ച ദേഹേസ്മിൻ അകുർവൻ അസദാഗ്രഹം ജ്ഞാനേന ദൃഢതത്വേന പ്രകൃതേഃ പുരുഷസ്യ ച നിവൃത്തബുദ്ധ്യവസ്ഥാനോ ദൂരീഭൂതാന്യദർശനഃ ഉപലഭ്യാത്മനാത്മാനം ചക്ഷുഷേവാർക്ക ആത്മദൃക് മുക്തലിംഗം സദാഭാസം അസദീ പ്രതിപദ്യത്തെ സതോ ബന്ധും അസച്ചക്ഷുഃ സർവാനുസ്യൂതമദ്വയം.
അതായത് ഇതൊക്കെ അനുസരിച്ചാൽ നമുക്ക് ആ ഭക്തിയോഗം, തീവ്രമായിരിക്കുന്ന ഭക്തിയോഗം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നമ്മുടെ ചിത്തത്തെ നമുക്ക് ഈ അസന്മാർഗമായിരിക്കുന്ന ആ മാർഗങ്ങളിൽ നിന്നും വ്യതിചലിപ്പിച്ച് സന്മാർഗത്തിലേക്ക് നയിക്കാവുന്നതാണ്. എന്തൊക്കെയാ? യമാദിഭിർ യോഗപഥൈ, യമനിയമാദികൾ അനുസരിക്കുക, യോഗങ്ങൾ അനുസരിക്കുക. യോഗപഥൈർ അഭ്യസൻ, അതിനേക്ക് അഭ്യസിക്കുക. വളരെ ശ്രദ്ധയോടുകൂടിയിട്ട്, ശ്രദ്ധയോടുകൂടിയിട്ട് ഇതൊക്കെ അനുസരിക്കുക. മൈ ഭാവേന, എല്ലാറ്റിലും എൻ്റെ സത്യമായിരിക്കുന്ന ഭാവന പുലർത്തുക. മൈ ഭാവേന സത്യേന, സത്യമായിരിക്കുന്ന ഭാവത്തെ പുലർത്തുക. മൽകഥാശ്രവണേന ച, ഭഗവാന്റെ ആ കഥകളെ എപ്പോഴും ശ്രവിക്കുക. അതുപോലെ സർവഭൂതസമത്വേന, സർവഭൂതങ്ങളെയും ഒരേപോലെ കാണുക. നിർവൈരേണ പ്രസംഗത, യാതൊന്നിലും ആ വൈരം വെക്കാതിരിക്കുക, വേണ്ടാത്തത് അവയെ പറ്റിയിട്ട് സംസാരിക്കാതിരിക്കുക. ബ്രഹ്മചര്യേണ, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക. മൗനേന, മൗനിയായിട്ടിരിക്കുക. സ്വധർമ്മേണ, സ്വന്തം ധർമ്മത്തെ കൊണ്ടും ബലപ്പെടുത്തുക നമ്മളുടെ. അതുപോലെ യദൃച്ഛയോപലബ്ധേന, യാദൃശ്ചികമായിട്ട് കിട്ടുന്നതിനെ കൊണ്ട് യദൃച്ഛയോപലബ്ധേന സന്തുഷ്ടി അനുഭവിക്കുക. മിതഭുങ്മുനിഹി, മിതഭുക്കുകളാവുക, ആവശ്യത്തിന് മാത്രം കഴിക്കുക എന്നുള്ള ആവുക. വിവിക്ത ശരണ ശാന്തോ, അങ്ങനെ ഏകാന്തത്തിലിരിക്കുക. മനനശീല, ഏകാന്തത്തിൽ വസിക്കുക. പിന്നെ ശാന്തോ, ശാന്തനായിരിക്കുക. പിന്നെ മൈത്ര, കരുണ ആത്മവാൻ, ആ ശാന്തത, മൈത്രി, കാരുണ്യം, ധൈര്യം ഇത്യാദികൾ സമ്പാദിക്കുക. പിന്നെ സാനുബന്ധേ ച ദേഹേസ്മിൻ, ആ ദേഹത്തിലും അതുപോലെ ദേഹസംബന്ധികളായവയിലും ആസക്തി ഉപേക്ഷിക്കുക. സാനുബന്ധേ ച ദേഹേസ്മിൻ അകുർവൻ അസദാഗ്രഹം, അതിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിക്കുക. പിന്നെ ജ്ഞാനേന ദൃഷ്ടതത്വേന, ആ തത്വജ്ഞാനം കൊണ്ട് ആ ദൃഷ്ടതത്വങ്ങൾ, പ്രകൃതിയുടെയും പുരുഷന്റെയും വിവേചനം ഉണ്ടാക്കിയെടുക്കുക. ദൃഷ്ടതത്വേന, ജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേഹ പുരുഷസ്യ, പ്രകൃതിയുടെയും പുരുഷന്റെയും ആ ദൃഷ്ടതത്വങ്ങളെ ജ്ഞാനം കൊണ്ട് ഉണ്ടാക്കിത്തീർക്കുക. പിന്നെ നിവൃത്ത ബുദ്ധ്യ അവസ്ഥാനോ, ആ ബുദ്ധിയുടേതായിരിക്കുന്ന വ്യാപാരങ്ങളെ, ജാഗ്രതാദി അവസ്ഥകളെയൊക്കെ ജയിച്ച് തുരിയ അവസ്ഥയിലേക്ക് ഉയർത്തുക. ഏറ്റവും ഉയർന്ന ഉത്തമ അവസ്ഥയിലേക്ക് ആ ബുദ്ധിയെ ഉയർത്തുക. പിന്നെ ഉപലഭ്യാത്മനാത്മാനം ചക്ഷുഷേവാർക്കമാത്മദൃക്, ആ ബുദ്ധി അങ്ങനെ ഉയർത്തുക. അന്യ വിഷയങ്ങളെ പറ്റി ദർശിക്കാതിരിക്കുക. ആത്മാവിനെ ദർശിച്ചിട്ട് അന്യവിഷയങ്ങളിൽ ദർശിക്കാതിരിക്കുക. പിന്നെ ലിംഗദേഹത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്നതും അസത്തായിരിക്കുന്ന അന്ധക്കരണത്തിൽ സദ്രൂപമായി പ്രകാശിക്കുന്നതും സത്തായും ഉള്ളതിൻ്റെ ബന്ധുവായും അസത്തായതിൻ്റെ ചക്ഷുസായും ഇരിക്കുന്നതും സർവവ്യാപിയും സർവാത്മകവും ആണ് ആത്മാവ്. ആത്മാവിനെ ഇപ്രകാരം ദർശിക്കുന്നവൻ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അതാണ് പറഞ്ഞത്, മുക്തലിംഗം സദാഭാസമസതീ പ്രതിപദ്യതേ സതോ ബന്ധുമസച്ചക്ഷു സർവാനുസ്യൂത അദ്വയം. അപ്പോൾ ചിത്തവൃത്തികൾക്ക് ആ ദുർമാർഗങ്ങളിലേക്ക് വ്യാപരിക്കാനുള്ള വാസനയെ നിയന്ത്രിക്കാനാണ്. അപ്പം അതിന് എന്തൊക്കെ വേണ്ടത്? ഭക്തി വൈരാഗ്യം ഇവകളിലേക്ക് പ്രേരിപ്പിക്കുക. ഈ ഭക്തി വൈരാഗ്യം സമ്പാദിക്കാനുള്ള വഴികൾ എന്താണെന്നാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ശ്രദ്ധയോടെ യമാദികളായിട്ടുള്ള യോഗചര്യകളെ അഭ്യസിക്കുക. അതാണ് യമാദിഭിർ യോഗ പഥൈർ അഭ്യസൻ ശ്രദ്ധയാൻവിത. കാപട്യം ഉപേക്ഷിച്ച് സത്യമായ മാർഗത്തെ അവലംബിക്കുക. മൈ ഭാവേന സത്യേന മൽകഥാശ്രവണേന ച, കാപട്യം ഉപേക്ഷിച്ച് സത്യമായ മാർഗത്തെ അവലംബിക്കുക. ഭഗവത് കഥാശ്രവണ നിരതനാകുക. പിന്നെ സർവഭൂത സമത്വേന എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ആ സമഭാവന കൈക്കൊള്ളുക. നിർവൈരേണ പ്രസംഗത, യാതൊരു ആളോടും ശത്രുത്വം ഭാവിക്കാതിരിക്കുക. പ്രസംഗത ബ്രഹ്മചര്യേണ മൗനേന, അതുപോലെ ബ്രഹ്മചര്യം, മൗനം
സ്വധർമാനുഷ്ഠാനം ഒക്കെ ബ്രഹ്മചര്യേണ മൗനേന സ്വധർമാനുഷ്ഠാനം ഇവയൊക്കെ ചെയ്യുക, ഇവ ആചരിക്കുക. ബലീയസ യദൃച്ഛയോപലബ്ധേന യാദൃച്ഛികമായി ലഭിക്കുന്നതിൽ തൃപ്തനാവുക. സന്തുഷ്ടോ മിതഭുഗ്മുനിഹി മിതമായിട്ട് മാത്രം ഭക്ഷിക്കുക. വിവിക്ത ശരണഃ ശാന്തോ ഏകാന്തത്തിൽ പോയിരുന്ന് ആ മനനശീലം കൈവരിക്കുക. പിന്നെ വിവിക്ത ശരണഃ ശാന്തോ ശാന്തനും മൈത്രഃ കരുണ ആത്മവാൻ ശാന്തം മൈത്രി കാരുണ്യം ധൈര്യം ഇത്യാദികളെ സമ്പാദിക്കുക. സ്ഥാനുബന്ധോ ച ദേഹസ്മിൻ അകുർവൻ അസദാഗ്രഹം ആ ദേഹാദികളിലും ആ ദേഹസംബന്ധികളായവരും ഒക്കെയുള്ള ആസക്തികൾ ഉപേക്ഷിക്കുക. പിന്നെ ജ്ഞാനേന ദൃഷ്ടതത്വേന പ്രകൃതേ പുരുഷസ്യ പ്രകൃതി പുരുഷന്മാരുടെ തത്വങ്ങളിൽ വേണ്ട വിധത്തിലുള്ള ജ്ഞാനം കൈവരിക്കുക. നിവൃത്തിബുദ്ധ്യാവസ്ഥാനോ ദൂരീഭൂതാന്യദർശന അതായത് തത്വജ്ഞാനമൊക്കെ സമ്പാദിച്ചിട്ട് പ്രകൃതി പുരുഷ വിവേചനം ഉണ്ടാക്കുക. ബുദ്ധിയുടെ വ്യാപാരങ്ങളായിരിക്കുന്ന ജാഗ്രത അവസ്ഥകളെ ജയിച്ചിട്ട് ആ തുരീയാവസ്ഥയിലേക്ക് എത്തുക. പിന്നെ ഉപലഭ്യ ആത്മനാത്മാനം ചക്ഷുഷേവാർക്ക അന്യവിഷയങ്ങളെ പറ്റി ചിന്തിക്കാതിരിക്കുക. ആത്മാവിനെ മാത്രം ദർശിക്കുക എന്നതാണ്. ഇതാണ് അത്രയും. പിന്നെ അവസാനം പറയുന്നു മുക്തലിംഗം സദാഭാസം അസതീ പ്രതിപദ്യതേ സതോ ബന്ധും അസച്ചക്ഷു സർവാനുസ്യൂതം അദ്വയം. അതായത് ആ ലിംഗദേഹത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നതും മുക്തലിംഗം സദാഭാസം എല്ലായിടത്തും അങ്ങനെ ഭാസിച്ചിരിക്കുന്നതും സദ്രൂപമായിട്ട് പ്രകാശിക്കുക. അസത്തായിട്ടുള്ള അന്ധക്കരണത്തിൽ സദ്രൂപമായി പ്രകാശിക്കുക. അതാണ് സദാഭാസ സതി. സദാഭാസം അസതി അസത്തായിരിക്കണ ഇതില് എപ്പോഴും ഭാസിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ അസത്തായിരിക്കുന്ന അന്ധകരണത്തിൽ സദ്രൂപമായി പ്രകാശിക്കുന്നതും പിന്നെ സതോ അസത്തായിരിക്കുന്ന പിന്നെ എന്താ പറഞ്ഞിരിക്കുന്ന ബന്ധുവായും അസത്തായതിൻ്റെ ചക്ഷുസായും ഇരിക്കുന്ന സതോ പ്രബദ്ധ്യത സതോ ബന്ധും അസച്ചക്ഷു അസത്തായിരിക്കുന്ന ചക്ഷുസായിട്ട് അസക്തായതിൻ്റെ ചക്ഷുസായിരിക്കുന്ന അതിൻ്റെയൊക്കെ ദൃഷ്ടി നൽകുന്ന ചക്ഷുസായിരിക്കുന്ന സർവാനുസ്യൂതം അദ്വയം സർവവ്യാപിയും സർവാത്മാവും ആയിരിക്കുന്ന ആത്മാവ്. ആ ആത്മാവിനെ ഇപ്രകാരം ദർശിക്കുന്നവൻ ആ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു, ഈശ്വരനെ പ്രാപിക്കൂ എന്നാണ് ആത്മദർശനം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഈ ശ്ലോകങ്ങളിലൂടെ. അപ്പം അത് വളരെ സ്പഷ്ടമായിട്ട് നിങ്ങൾ അത് പഠിക്കേണ്ടതായിട്ടുള്ള തത്വം ആണ്. അപ്പോൾ ഒന്നുകൂടി പറയാം. ആ സാധനകളിൽ ശ്രദ്ധയോടെ സാധനകളിൽ വീണ്ടും വീണ്ടും യത്നിക്കുന്ന സാധകൻ യമനിയമാദികൾ കൊണ്ടും എന്നിലുള്ള നിഷ്കപടമായിരിക്കുന്ന പ്രേമം കൊണ്ടും എൻ്റെ ദിവ്യലീലകൾ കേട്ടുകൊണ്ടും സർവഭൂതങ്ങളിലുമുള്ള സമഭാവന ചെയ്തുകൊണ്ടും ഒരാളിലും വൈരമില്ലാത്തത് കൊണ്ടും ബ്രഹ്മചര്യനിഷ്ഠ കൊണ്ടും ഭഗവാനെ സ്പർശിക്കാത്ത വാക്ക് ഉച്ചരിക്കാത്തത് കൊണ്ടും ഭഗവാനിൽ അർപ്പിക്കപ്പെട്ട ആ സ്വധർമ്മങ്ങൾ കൊണ്ടും എന്തു കിട്ടിയാലും സന്തുഷ്ടനായിക്കൊണ്ടും മിതമായി മാത്രം ഭക്ഷിച്ചും എന്നെ തന്നെ സ്മരിച്ചും ഏകാന്തത്തിൽ വസിച്ചും ശാന്തനും കരുണാമയനും മൈത്രീഭാവമുള്ളവനും ആത്മജ്ഞാനിയും സ്വാനുബന്ധമായിരിക്കുന്ന ഈ ദേഹത്തിൽ കൊള്ളരുതാത്തതിൽ ഒന്നും ആഗ്രഹം കൂടാതെയും പ്രകൃതിയുടെയും പുരുഷന്റെയും ആ ദൃഷ്ടതത്വമായ ജ്ഞാനത്താൽ നിവൃത്ത ബുദ്ധ്യാവസാനനായിട്ട് അന്യദർശനങ്ങളെ ദൂരീകരിക്കുന്നവനായിട്ടുള്ള ആ ചക്ഷുസ് കൊണ്ട് അർക്കനെ എന്ന പോലെ ആത്മാവിനെ ആത്മാവ് കൊണ്ട് കണ്ടറിഞ്ഞ് ആത്മസ്വരൂപത്തിൽ തന്നെ നിരന്തരം ദൃഷ്ടിയുള്ളവനായി നിരുപാധികവും സദാഹങ്കാരത്തിൽ സദ്രൂപേണ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതും
പ്രധാനത്തിന് അധിഷ്ഠാനവും കാര്യപ്രപഞ്ചത്തിന് കണ്ണെന്ന പോലെ പ്രകാശകമായും സർവത്ര തുടരുന്നതും അദ്വിതീയവുമായിരിക്കുന്ന ആ ബ്രഹ്മരൂപത്തെ പ്രാപിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന എങ്ങനെ നോക്കാം. ആ ഭക്തിയും വിരക്തിയും ദൃഢമായിട്ട് വരുവാനുള്ള കാരണങ്ങളെയും അതുപോലെ തദ്വാര ആ മോക്ഷപ്രാപ്തിയെയും കുറിച്ച് ഇത് മുതൽ 6 പദ്യങ്ങളെ കൊണ്ട് കാണിക്കുന്നു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ സംസാരം സങ്കടസ്ഥാനം എന്നും അതിൽ നിന്ന് മോചിക്കണം എന്നും ആഗ്രഹിക്കുന്ന വിവേകിയായിരിക്കുന്ന പുരുഷൻ അഹിംസാദികളെ ശ്രദ്ധയോടുകൂടെ അഭ്യസിക്കണം. യമം നിയമം അഹിംസാദികളെ ശ്രദ്ധയോടുകൂടി വളരെ ശ്രദ്ധിക്കുക. അഹിംസക ആദികളെ ശ്രദ്ധയോടുകൂടെ അഭ്യസിക്കണം. യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്നിവയെല്ലാം ആ യമാദികൾ എന്ന പദത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നറിയണം. അപ്പൊ ഈശ്വരനായിരിക്കുന്ന എന്നിൽ പ്രതിഫലകാംക്ഷ കൂടാതെ ഇരിക്കുന്ന ആ പരമപ്രേമത്തെ ഉറപ്പിക്കണം എന്നർത്ഥം. എൻ്റെ കഥാശ്രവണാദികളിൽ മനസ്സിനെ സ്ഥിരപ്പെടുത്തണം. ശ്രവണം കീർത്തനം സ്മരണം സേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നീ 9 വിധത്തിലുള്ള ആ ഭക്തി ചിഹ്നങ്ങളെ സമയോചിതം സേവിച്ചുകൊണ്ടിരിക്കണം. സർവഭൂതങ്ങളിലും ഭേദമില്ലാതെ വസിക്കുന്ന ആ പരമാർത്ഥ ചൈതന്യത്തെ തന്നെ കാണണം. അതുപോലെ സ്ഥൂലോപാധി ഭേദങ്ങളെ അനുസരിച്ചിട്ടുള്ള ഉച്ചനീചത്വ ഭാവം ആ ഭൂതങ്ങളിൽ സ്ഥൂലോപാധി ഭേദങ്ങളെ അനുസരിച്ചുള്ള ഉച്ചനീചഭാവം ഭൂതങ്ങളിൽ ഉണ്ടായിരിക്കണം. ആരെക്കുറിച്ചും വൈരമുണ്ടാകരുത്. ഒരു വിഷയത്തിലും അത്യാസക്തിയെ വെക്കരുത്. സ്ത്രീ ദർശനം സ്പർശനം സംഭാഷണം മുതലായവയെ വർജിക്കലാകുന്നു 8 വിധ ആയിരിക്കുന്ന ബ്രഹ്മചര്യത്തെ ദീക്ഷിക്കണം. അങ്ങനെ വർജിക്കലാകുന്ന 8 വിധത്തിലുള്ള ബ്രഹ്മചര്യത്തെ ദീക്ഷിക്കണം. ആവശ്യമില്ലാതെ വാഗ്വ്യവഹാരം ചെയ്യരുത്. അവരവരുടെ വർണ്ണാശ്രമാദികൾക്ക് അനുസരിച്ചുള്ള പ്രവൃത്തികളെ ഈശ്വരനായ എന്നെ പ്രസാദിപ്പിക്കുവാനുള്ള പൂജയാണെന്നുള്ള ആ ഉറപ്പോടുകൂടെ അനുഷ്ഠിക്കണം. പ്രാരബ്ധാനുസരണം വന്നു ചേരുന്ന അപദാർത്ഥങ്ങളെ കൊണ്ട് സന്തോഷിക്കണം. അങ്ങനെ സിദ്ധിക്കുന്നതായാൽ കൂടെ അധികം ഭക്ഷിക്കരുത്. പ്രാണധാരണത്തിന് വേണ്ടുന്ന ആഹാരം മാത്രമേ സ്വീകരിക്കാവൂ. അതിൽ അധികമായാൽ രോഗാദി പീഡകൾ വന്നു ചേരും. എപ്പോഴും വിചാരണശീലനായിരിക്കണം. ജനത്തിരക്കില്ലാത്തതായിരിക്കുന്ന ഏകാന്തത്തിൽ വസിച്ച് ആത്മസ്വരൂപത്തെ നിരൂപിക്കണം. രാഗാദി വൃത്തികൾ ഉദിക്കുമ്പോൾ അവയെ ദോഷഹേതു എന്ന വിചാരത്തിൽ അടക്കണം. അതാണ് ആ ശാന്തിക്കുള്ള മാർഗം. സർവ പ്രാണികൾക്കും ഹിതത്തെ മാത്രമേ ചിന്തിക്കാവൂ. പ്രതിഫലേച്ഛ കൂടാതെ തന്നെ ആ ചരമദുഃഖത്തെ നിരാകരിപ്പാൻ പരിശ്രമിക്കുന്നതായ അസ്വരൂപത്തോടു കൂടിയ കരുണ എന്ന ആ വൃത്തിയെ പുഷ്ടിപ്പെടുത്തണം. ഇന്ദ്രിയങ്ങളുടെ അധീനത്തിൽ അകപ്പെടാതിരിക്കാനുള്ള ധൈര്യത്തെ ബലമായി ഉറപ്പിക്കണം. ആ പുത്രമിത്ര കളത്രാദികളിൽ എൻ്റേതെന്നും തുച്ഛമായ ശരീരത്തിൽ ഞാനെന്നുമുള്ള ഭാവത്തെ പരിത്യജിക്കണം. പ്രകൃതികാമ്യങ്ങളായിരിക്കുന്ന ദേഹേന്ദ്രിയാദികളുടെയും അതിൽ വസിക്കുന്ന ജീവാത്മാവിൻ്റെയും സ്വരൂപഭേദത്തെ നിരൂപണം ചെയ്ത് സാക്ഷാത്തായിട്ട് ധരിക്കണം. അങ്ങനെ ധരിക്കുന്നതിനാൽ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന 3 അവസ്ഥകളും ബുദ്ധിയുടെ ആ വ്യാപാരഭേദം നിമിത്തമുണ്ടാകുന്നതാണ്. ഈ അവസ്ഥകളുടെ സാക്ഷിയാണ് ജീവചൈതന്യം എന്ന് അറിയണം. ഈ ചൈതന്യത്തെ അല്ലാതെ അഭിന്നമായിരിക്കുന്ന ദേഹാദികളെ സത്യമെന്ന് കാണരുത്. ആത്മാവ് ആ ലിംഗദേഹത്തിൽ നിന്നും വിട്ടിരിക്കുന്ന ജ്ഞാന സ്വരൂപനാകുന്നു. വികസിച്ചും സങ്കോചിച്ചും കൊണ്ടിരിക്കുന്ന അസത്തായ ആ അന്ധക്കരണത്തിൽ വികാസ സങ്കോചങ്ങളുടെ സാക്ഷിയായിട്ടും സത്യസ്വരൂപനായിട്ടും വസിക്കുന്ന ആ ചൈതന്യമാണ് ആത്മസ്വരൂപം എന്ന ആ വൃത്തിജ്ഞാനത്തെ അറിയണം. അങ്ങനെ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടു കൂടിയ നേത്രത്താൽ ആകാശസ്ഥിതനായിരിക്കുന്ന സൂര്യനെ അറിയുന്നത് പോലെ ബുദ്ധിയിൽ വ്യാപരിച്ചിരിക്കുന്ന അഹം പ്രത്യയത്തിന് ആശ്രയമായി കൊണ്ടിരിക്കുന്ന ആ ശുദ്ധസത്വ സ്വരൂപനും അസത്തായിരിക്കുന്ന ദേഹേന്ദ്രിയാദികളെ പ്രകാശിപ്പിക്കുന്നവനും സർവ ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ആ സർവാത്മാ സ്വരൂപനും ആയിട്ട് ആ ആത്മാവിനെ സാക്ഷാത്തായിട്ട് അറിഞ്ഞുകൊള്ളണം ആണ് ഇവിടെ ആ 6 ശ്ലോകങ്ങളെ കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിക്കാം. ഇത്രയും 11ാമത്തെ ശ്ലോകം വരെ ഉള്ള ഭാഗങ്ങൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കുക, അർത്ഥം അറിഞ്ഞ് പഠിക്കുക. അപ്പം ഇതിലത്തെ വ്യാഖ്യാനം എന്താ പറഞ്ഞതെന്നും കൂടി നോക്കാം. ഞാൻ
അപ്പോൾ അത ഏവാ സതാം പഥി സക്തം ചിത്തം ഭക്തിയോഗേന വൈരാഗ്യേന ശനൈർ വശം നയേത് എന്നിട്ട് യമാദി യോഗമാർഗേർ മയി യമാദി യോഗമാർഗങ്ങളിൽ കൂടെ എൻ്റെ മയി യോ ഭാവേന എൻ്റെ ആ സത്യമായ ഭാവത്തെ മൽകഥാശ്രവണേന എൻ്റെ ആ കഥകളിലൂടെ ലഭിക്കുന്ന ആ സത്യമായ ഭാവത്തെ ഉറച്ച് സർവഭൂത സമത്വേന സർവഭൂതങ്ങളിലും ആ സമത്വം ദർശിച്ച് നിർവൈരേണ വൈരമില്ലാതെ വർത്തിച്ച് സംഘത്യാഗമില്ലാതെ മൗനിയായിട്ട് യദൃച്ഛയാ ലാഭസന്തുഷ്ടേന യാദൃച്ഛികമായി കിട്ടുന്നതുകൊണ്ട് സന്തോഷിച്ച് മിത ഭോജനേ ഏകാന്ത സേവനേന മിതമായിട്ട് ആഹാരം കഴിച്ച് ഏകാന്ത സേവയിലൂടെ ശാന്തിയെയും കാരുണ്യത്തെയും ഒക്കെ പ്രാപിച്ച് സാനുബന്ധേ ദേഹേ മമതാത്യാഗേന ആ ദേഹത്തിലുള്ള മമത ഞാൻ എൻ്റെ എന്നുള്ളതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് സാനുബന്ധേ ദേഹേ മമതാത്യാഗേന ഏതേർ നിവൃത്താവസ്ഥാത്രയ ചക്ഷുഷ അങ്ങനെ അതിൽ നിന്നൊക്കെ നിവൃത്തി നേടിയിരിക്കുന്ന ആ ചക്ഷുസോട് കൂടിയിട്ട് സൂര്യമിവ ആത്മാനം പശ്യൻ സൂര്യനെ കുറിച്ച് അറിയുന്ന അശുദ്ധം ആയിരിക്കുന്ന ആത്മാവിനെ പശ്യൻ കണ്ടിട്ട് നിരുപാധികം ഹരിപൂർണം ബ്രഹ്മ പ്രാപ്നോതി ആ ഹരിയുടെ പൂർണ്ണ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഒന്നും കൂടി വായിക്കാം. യമാദി യോഗമാർഗേർ മയി യോ ഭാവേന മൽകഥാശ്രവണേന സർവഭൂത സമത്വേന നിർവൈരേണ സംഗത്യാഗേന മൗനേന യദൃച്ഛയാലാഭസന്തുഷ്ടേന മിതഭോജനൈകാന്തസേവനേന ശാന്ത്യാ കരുണയാ സാനുബന്ധേ ദേഹേ മമതാത്യാഗേന ഏതൈർനിവൃത്താവസ്ഥാത്രയ ചക്ഷുഷാ സൂര്യമിവ ശുദ്ധം ആത്മാനം പശ്യൻ നിരുപാധികം ഹരിപൂർണം ബ്രഹ്മ പ്രാപ്നോതി. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ.